അങ്ങനെ ഒരു മാസം നീണ്ടുനിന്ന നവകേരള സദസ്സിന് തിരശീല വീണെങ്കിലും ഇപ്പോഴും കോൺഗ്രസിൽ പൊട്ടിത്തെറി ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ സദസ്സ് വൻ വിജയമായിരുന്നു എന്നുള്ളത് അതിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ തന്നെ തെളിവാണ്. ഇവയെല്ലാം കണ്ട് വിളറി പൂണ്ട കോൺഗ്രസുകാർ കരിങ്കൊടി പ്രതിഷേധവുമായി ഇറങ്ങിത്തിരിച്ചത്. അതിന് മുന്നിൽ നിന്ന് നയിച്ചതോ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനുമാണ്. നമുക്കത് കണ്ണും പൂട്ടി പറയാം. ആദ്യം തന്നെ ഈ പരിപാടി ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനവും ചെയ്തിരുന്നു ഇരുവരും. ആദ്യം ആഹ്വാനം ചെയ്തത് വി.ഡി. സതീശൻ തന്നെയായിരുന്നു. നവകേരള സദസ്സിന് ബദലായി നടത്തിയ കുറ്റവിചാരണ സദസ്സും മറ്റു നേതാക്കൾ അതിനോട് അനുകൂലിക്കാതെ വന്നതോടെ 8 നിലയിൽ പൊട്ടി പാളിസാവുകയും ചെയ്തു. അതിന്റെ എല്ലാം രോക്ഷമാണ് അവർ കരിങ്കൊടിയിലൂടെയും ഷൂ ഊരി എറിഞ്ഞതിലൂടെയും ഒക്കെ കാണിച്ചു തന്നത്. ദൃശ്യമാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാനും ഇവർക്ക് സാധിച്ചു. അതിനുവേണ്ടി അവർ ആവോളം ശ്രമിച്ചു എന്ന് വേണം പറയാൻ. അതേപോലെ ഓരോ ജില്ലയിൽ നിന്നും എത്രത്തോളം പരാതികൾ ലഭിച്ചു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. നമുക്ക് എന്തായാലും ആ കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കാം. നവകേരള സദസ്സിൽ പ്രശ്നപരിഹാരത്തിനായി വന്നത് 6 ലക്ഷത്തിലധികം പരാതികളാണ്. 14 ജില്ലകളിൽ നിന്നായി 6,21,167 പരാതികളാണ് സർക്കാരിന് ലഭിച്ചത്. ഏറ്റവും അധികം പരാതി കിട്ടിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 80,885 പരാതികളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് നവകേരള സദസ്സിന് മുന്നിലെത്തിയത്. രണ്ടാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണുള്ളത്. 61,204 പരാതികളാണ് പാലക്കാടിൽ നിന്ന് സർക്കാരിന് മുന്നിലെത്തിയത്. പരാതി പരിഹരിക്കാൻ സ്പെഷ്യൽ ഓഫീസറിനെ അടിയന്തരമായി നിയമിക്കാനാണ് സർക്കാരിന്റെ നീക്കവും. എറണാകുളത്ത് ജനുവരി 1, 2 തീയതികളിൽ സദസ്സ് നടക്കുന്നുണ്ട്. ഇതുകൂടി കഴിഞ്ഞ ശേഷം ലഭിച്ച പരാതികളും പരിഹരിച്ച പരാതികളുടെയും കണക്കുകൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നവംബർ 18-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള യാത്ര സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളും ചുറ്റി ഡിസംബർ 23-നാണ് തിരുവനന്തപുരത്ത് സമാപിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നിച്ചൊരു ബസ്സിൽ കേരളം ചുറ്റുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നവകേരള സദസ്സിൽ കണ്ടത് അതിശയകരമായ സംയമനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംയമനം കാണിക്കണമെന്ന് പറഞ്ഞത് നാട്ടുകാർ അനുസരിച്ചു. എന്നാൽ കോൺഗ്രസ് വിചാരിച്ച പ്രകോപനം ഉണ്ടാക്കാനായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഘർഷഭരിതമാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു, പക്ഷേ ഒന്നും നടന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവർക്ക് വ്യാപകമായി പോലീസിന്റെ മർദ്ദനമേറ്റത് വിമർശിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. അതേസമയം നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നല്ല സേവനം കാഴ്ചവെച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഗുഡ് സർവീസ് എൻട്രി നൽകാൻ മേലധികാരികൾക്ക് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ നിർദ്ദേശം നൽകി. കൂടുതൽ മികച്ച സേവനം നൽകിയവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് പാരിതോഷികം നൽകേണ്ടതുണ്ടെങ്കിൽ പേരുവിവരങ്ങൾ ശുപാർശ ചെയ്യാനും നിർദ്ദേശമുണ്ട്. ഇന്നലെ വൈകിട്ടാണ് IG-മാർക്കും DIG-മാർക്കും SP-മാർക്കും ADGP-യുടെ സന്ദേശമെത്തിയത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.